കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് മുതലപ്പുഴി സന്ദർശിക്കും. മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിനായി ഉന്നതതല യോഗം ചേരും. വിശദാംശങ്ങൾ ആതിര സാരസ്വത്ത് നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ആതിര, മുതലപ്പുഴയിലെ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഈ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. എപ്പോഴാണ് അദ്ദേഹം എത്തുക? എന്തൊക്കെയാണ് കാര്യപരിപാടികൾ? ാവുകയാണ് ആ ഒരു സമയത്ത് തന്നെയാണ് കേന്ദ്രമന്ത്രി മുതലപ്പുഴി സന്ദർശിക്കുന്നത്. നേരത്തെയും ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുകയുമുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. 10 മണിക്കായിരിക്കും യോഗം ചേരുക. സജി ചെറിയാനും കേന്ദ്ര ഫിഷറീസ് വകുപ്പിലെയും സംസ്ഥാന ഫിഷറീസ് വകുപ്പിലെയും ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം ഒരു തീരുമാനമെടുക്കും. അത് ഉൾക്കൊണ്ടിട്ടായിരിക്കും മുതലപ്പുഴയിലേക്ക് പോകുക. മുതലപ്പുഴ സന്ദർശിച്ച ശേഷം പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ട നടപടികൾ എന്തായാലും സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ വി മുരളീധരൻ മുതലപ്പുഴ സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ സമരങ്ങൾ മുതലപ്പുഴയിൽ കണ്ടതാണ്. എന്നിട്ടും ഇതിനൊരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. സർക്കാർ പല പ്രഖ്യാപനങ്ങളും നടത്തി. പക്ഷെ അതിന്റെയൊക്കെ തൽസ്ഥിതി വളരെ ദുരിതപൂർണം തന്നെയാണ്. അദാനി പോർട്സുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ലോങ് ബൂം ക്രെയിൻ ഉപയോഗിച്ച് തുറമുഖച്ചാലിൽ അപകടം സൃഷ്ടിക്കുന്ന കല്ലുകളും ടെട്രാപോഡുകളും നീക്കുമെന്ന് സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും നിലവിൽ നടക്കാത്ത സ്ഥിതിയാണ്. ഇത്തരം സ്ഥിതികളൊക്കെ പരിഹരിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന്റെ ആവശ്യകത ഏറെയാണ്. ആതിര, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് മുതലപ്പുഴയിലെത്തും. ഉന്നതതല യോഗം ചേർന്ന് മുതലപ്പുഴയിലെ തുടർ അപകടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ആതിര സാരസ്വത്താണ് വിശദാംശങ്ങൾ നൽകിയത്.